എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നാട്ടിൽ പോയി ഞാൻ തിരിച്ചെത്തി, കഴിഞ്ഞ ദിവസം എത്തി. പക്ഷേ അതിന്റെ ടയർനെസ് ഒക്കെ ആയിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 1 ലക്ഷം ആയതിന്റെ സന്തോഷം എനിക്ക് പങ്കുവയ്ക്കാൻ റെസിപ്പി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന്, പെട്ടെന്ന് നാട്ടിൽ കൊണ്ടുവന്ന കാരണം. അപ്പോൾ ഇന്ന് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് മാമ്പഴ പായസം കൊണ്ടുവന്നിരിക്കുന്നത്. മാമ്പഴ സീസൺ അല്ലേ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ചാലഞ്ചിന്റെ കാര്യത്തിൽ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം 5-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. പക്ഷെ ഞാൻ വേണമെങ്കിൽ 2 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ ഇനിയും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയച്ചു തരാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ ആയിട്ട് അയച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓൾറെഡി അയച്ചവരുടെ ഞാൻ എന്തായാലും അടുത്ത എപ്പിസോഡിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ എങ്ങനെയാണ് മാമ്പഴ പായസം ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. ഓക്കെ, മാമ്പഴ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 അൽഫോൺസ മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അൽഫോൺസ മാമ്പഴം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ദശ കട്ടിയുള്ള നല്ല പഴുത്ത ഏത് മാമ്പഴമായാലും കുഴപ്പമില്ല. നാരുള്ള മാമ്പഴം കഴിവതും ഒഴിവാക്കുക. കാരണം നാര് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ദശ കിട്ടില്ല. അപ്പോൾ അൽഫോൺസയുടെ സീസൺ ഇപ്പോൾ മാക്സിമം നിങ്ങൾ അൽഫോൺസ വാങ്ങിക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ മാത്രം വേറെ ഏതെങ്കിലും മാമ്പഴം വെച്ചിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. തൊലി മുറിച്ചതിന് ശേഷം നമുക്ക് ഓരോന്നും ഒരു കുക്കറിൽ ഇട്ടതിന് ശേഷം വേവിക്കണം. ഇപ്പം ഞാൻ 6 മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം 2 വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം 2 വിസിൽ, അതിനുശേഷം പ്രഷർ നന്നായി പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേവിച്ചിട്ട് കാണിക്കാം. നമ്മുടെ മാമ്പഴം ഞാൻ 2 വിസിലായപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ആവി പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ മാമ്പഴം വേവിക്കാണ്ട് തന്നെ ഞാൻ ജ്യൂസ് അടിച്ചിട്ടുണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഈ പായസം. പക്ഷെ നല്ല വ്യത്യാസമുണ്ട് ടേസ്റ്റിൽ. അതുകൊണ്ട് മാമ്പഴം വേവിച്ചതിന് ശേഷം പായസം ഉണ്ടാക്കുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അരച്ച് അതിനുശേഷം അരിച്ചെടുക്കണം. കാരണം ഇതിൽ വല്ല നാരുകളൊക്കെ ഉണ്ടെങ്കിൽ പായസം കഴിക്കുമ്പോൾ വായിൽ തടയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കാൻ പറയുന്നത്. തണുത്തതിന് ശേഷം മാങ്ങ അടിച്ചെടുത്തു. അതിനുശേഷം ഈ ഒരു ജ്യൂസിന്റെ എപ്പോഴും അരിക്കുമ്പോൾ ജ്യൂസിന്റെ അരിപ്പയിൽ കൂടെ വേണം അരിക്കാൻ. അതല്ലാതെ വളരെ തിന്നായിട്ടുള്ള ഒരുപാട് അടുക്കുള്ള അരിപ്പയിൽ കൂടെ അരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതിലധികം നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടല്ലേ വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ അധികം വെള്ളമൊന്നുമില്ല. അതുകൊണ്ട് ഇതുപോലെ ഈ ജ്യൂസിന്റെ അരിപ്പയിൽ കൂടെ മാത്രം അരിക്കുക. അപ്പം മാത്രമേ നമുക്ക് പെട്ടെന്ന് അരിച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അൽഫോൺസ മാമ്പഴം ആയതുകൊണ്ട് കാര്യമായിട്ട് നാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു വലിയ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എപ്പോഴും പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ ഉരുളി ഉണ്ടെങ്കിൽ ഉരുളിയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ശർക്കരപ്പാനി ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ 500 ഗ്രാം, അതായത് 1/2 കിലോ ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് തണുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ശർക്കരപ്പാനി, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, പിന്നെ ഇതിലേക്ക് കുറച്ച് നാളികേരത്തിൻ്റെ കൊത്ത് വേണം. അതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് ഓൾറെഡി തന്നെ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പായസം ഉണ്ടാക്കാൻ എളുപ്പമല്ലേ. പിന്നെ കുറച്ച് നാളികേരപ്പാൽ എടുത്താൽ മാത്രം മതി. പിന്നെ ഇതിൽ ഞാൻ ചൗവരി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൗവരിയും ഇതേപോലെ തന്നെ വേവിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ടിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന മാമ്പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് വേണം ശർക്കരപ്പാനിയുടെ അളവ് തീരുമാനിക്കാൻ. 1/2 കിലോ ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ മുഴുവൻ ഒഴിക്കുന്നില്ല. ആദ്യം ഒരു പകുതി ഒഴിച്ച് നോക്കിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം മധുരം കൂടി കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് കുറയ്ക്കാൻ. മധുരം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം എത്ര ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച കാരണമാണ് ഇത്തിരി കട്ടിയായിട്ട് മാറിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തലേദിവസം എടുത്ത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഗോൾഡൻ കളർ ശർക്കരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ പായസത്തിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. സമയം ബ്രൗൺ കളർ ശർക്കര, കുറച്ചും കൂടി ഡാർക്ക് കളർ ശർക്കര വരുമ്പോൾ ആ പായസത്തിനൊരു വേറൊരു കളറായിട്ട് മാറും. അപ്പോൾ ശർക്കര നീര് ഞാൻ അരിച്ചു എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കിട്ടുന്ന ശർക്കരയിൽ കല്ലും മണ്ണൊന്നും കാണാറില്ല. എന്നാൽ പോലും അരിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര നീരായിരുന്നു അത്. ഇത് നമുക്കൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായി യോജിപ്പിച്ച് കൊടുക്കുക ഈ മാമ്പഴവും ശർക്കര നീരും തമ്മിൽ. കുറച്ച് സമയം ഈ മാമ്പഴവും ശർക്കര നീരും കൂടെ കിടന്ന് ഒന്ന് വേവിച്ച് എടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ആ ശർക്കര മാമ്പഴത്തിലോട്ട് യോജിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനൊരു 10 മിനിറ്റോളം വേണ്ടി വരും ഈ പ്രോസസ്സ് ചെയ്യാൻ. അന്ന് തന്നെ ആക്ച്വലി ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. നമ്മുടെ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറയുന്ന ദിവസം ഞാൻ മാമ്പഴ പായസം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചതായിരുന്നു. പക്ഷേ അപ്പോഴാണ് അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഫോൺ വരുന്നത്. അപ്പോൾ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, സോഡിയം ലോ ആയിരുന്നു. അപ്പോൾ അമ്മ പെട്ടെന്ന് തലകറങ്ങി ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ പിന്നെ നമുക്ക് അറിയാലോ, അമ്മമാർക്ക് വയ്യാണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അപ്പം തന്നെ രാത്രി ടിക്കറ്റ് എടുത്ത് ഞാൻ പോയി. കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്. കാരണം പ്രായമായല്ലോ, അപ്പോൾ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു ഒന്ന് റിക്കവർ ചെയ്ത് വരാൻ. ഞാൻ ദിവസം വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ നാളെയോടു കൂടി വീട്ടിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ടെൻഷനിലായിരുന്നു. അതുകൊണ്ട് എനിക്ക്
ഒരുപാട് പേർക്ക് മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാട്ടിൽ പോയപ്പോൾ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല ഇടിവെട്ടും മിന്നലൊക്കെ ആയിട്ടുള്ള മഴയായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഫോണൊക്കെ 3 ഫോണും അടിച്ചു പോയി, ലാൻഡ് ഫോൺ. പിന്നെ മൊബൈൽ ഞാൻ നാട്ടിൽ 2 ദിവസത്തിന് വേണ്ടി പോകുമ്പോൾ ഞാൻ ലോക്കൽ സിം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള കണക്ഷൻ വിട്ട് കിടക്കുകയായിരുന്നു. ബാക്കിയുള്ള ആൾക്കാരായിട്ടുള്ള കണക്ഷൻ വിട്ടിരിക്കുന്നൊരു അവസ്ഥ. പക്ഷേ വളരെ സന്തോഷം, റിലാക്സേഷൻ എനിക്ക് തോന്നി. കാരണം അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കുക, അമ്മയുടെ അടുത്ത് മാത്രം സമയം സ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ വെച്ചാൽ മൊബൈലും കുത്തിപ്പിടിച്ചിരുന്ന് വാട്സപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കുന്ന സമയം. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്രാവശ്യം പോയപ്പോൾ മൊത്തത്തിൽ അമ്മയുടെ കൂടെ മാത്രം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ മാത്രം ഇരിക്കുമ്പോൾ അത് വല്ലാത്തൊരു പഴയ കാലത്തിലോട്ട് ശരിക്കും പോയി കേട്ടോ. പണ്ട് ഈ ഫോണും മൊബൈലൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ജീവിച്ചിരുന്നില്ലേ? ഇപ്പോൾ വാട്സപ്പ് ഇല്ലാണ്ടോ അല്ലെങ്കിൽ മൊബൈലും ഫേസ്ബുക്ക് ഇല്ലാത്തൊരു ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് പലർക്കും. എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഈ 2 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി ഇതൊന്നും അല്ല ജീവിതം. നമുക്ക് ഇതിനേക്കാളൊക്കെ ഒരുപാടായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഇനിയിപ്പോൾ വെക്കേഷന് ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഞാൻ വിചാരിക്കുക യൂട്യൂബൊന്നും ചെക്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ കാരണം രാത്രി മാത്രം ഒക്കെ അതിനുവേണ്ടി സമയം മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള പകൽ സമയത്ത് മുഴുവനും ഇതുപോലെ തന്നെ അമ്മേൻ്റെ അച്ഛൻ്റെയും നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. വളരെ ശാന്തമായൊരു അന്തരീക്ഷം നമുക്ക് ക്രിയേറ്റഡ് ആവും. നമുക്ക് കുറേയൊക്കെ എന്താ പറയുക, വല്ലാത്തൊരു സന്തോഷമാണ്. ആദ്യത്തെ 2 ദിവസം ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നും, കാരണം നമ്മൾ യൂസ് ടു ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. പക്ഷേ അതിന് ശേഷം നിങ്ങൾക്ക് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീല് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മളെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റും, മഴ ശരിക്കും ആസ്വദിക്കാൻ പറ്റും, അയൽവാസികളോട് സംസാരിക്കാൻ സമയം കിട്ടും. ഇപ്പോൾ എന്താ നമ്മളിപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് സംസാരിക്കാൻ സമയമില്ല. ഈ മൊബൈൽ അല്ലാന്ന് വെച്ചാൽ സീരിയൽ, ഇത് മാത്രമേ ഉള്ളൂ. കുറ്റം പറയല്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊന്ന് വേറിട്ട് ചിന്തിക്കണം എന്ന് എനിക്ക് തോന്നി. അതിൻ്റെ സമയമായിട്ടുണ്ട്. നമ്മളെ കുട്ടികൾ തന്നെയല്ലേ കണ്ട് പഠിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലോട്ട് നാളികേരപ്പാൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഇതേ പൊട്ടിത്തെറിക്കുന്നുണ്ട്. നമുക്ക് പതുക്കെ നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 2ാം പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് 5.5 ഗ്ലാസ് പാലുണ്ട്. 3 നാളികേരത്തിൽ നിന്ന് 5.5 ഗ്ലാസ് 2ാം പാൽ ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ 1.5 ഗ്ലാസ് 1ാം പാൽ, അതായത് തൈമ്പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം 1.5 ഗ്ലാസ് തൈമ്പാൽ എടുക്കുക. അതിന് ശേഷം വീണ്ടും 5.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം പാല്, അതായത് 2ാം പാലെടുത്ത് മാറ്റി വെച്ചിരിക്കണം. അപ്പോൾ ആ 2ാം പാല് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിൽ കിടന്നിട്ട് നമ്മുടെ മാങ്ങ കുറച്ചൊന്ന് വറ്റണം. അതിനുശേഷം ഇതിൽ ഞാൻ പശുവും പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പശുവും പാൽ ഒഴിക്കണം എന്നൊരു നിർബന്ധമില്ല, തൈമ്പാൽ ഒഴിച്ചാലും മതി. പക്ഷേ പശുവും പാൽ ഒഴിക്കുമ്പോൾ ഞാൻ പലതരത്തിൽ പായസം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ പശുവും പാൽ ഒഴിക്കുമ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും പശുവും പാൽ മാത്രം വെച്ച് ചെയ്താൽ എങ്ങനെയുണ്ടെന്ന്. അത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പശുവും പാൽ മാത്രം ചെയ്യുമ്പോൾ പായസത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മാമ്പഴത്തിൻ്റെ സ്മൂത്തി പോലൊരു ടേസ്റ്റാണ് വരുന്നത്. മാമ്പഴ പായസത്തിൻ്റെ ടേസ്റ്റ് നമ്മുടെ പായസത്തിന് കിട്ടുന്നില്ല. അപ്പോൾ റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് വരണമെങ്കിൽ നാളികേരപ്പാൽ തന്നെ വേണം. അപ്പോൾ നിങ്ങൾക്ക് നാളികേരപ്പാൽ എടുക്കാൻ മടിയുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ടിൻഡ് കോക്കനട്ട് മിൽക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം മാമ്പഴ പായസം ഉണ്ടാക്കുമ്പോൾ നാളികേരപ്പാൽ മാത്രം വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പഴയണം മോഹനൻ നമ്പൂതിരിയില്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം അതിൽ നാളികേരപ്പാലിൻ്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് പശുവും പാലും കൂടെ ചേർക്കുന്നതായിട്ട് കണ്ടു. ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനതിൽ നാളികേരപ്പാലിൻ്റെ കൂട്ടത്തിൽ കൂടെ പശുവും പാലും ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് ഓപ്ഷണൽ മാത്രമാണ്, നിർബന്ധമൊന്നുമില്ല. പിന്നെ കരിക്ക് ഇടുന്നുണ്ട് അദ്ദേഹം. കരിക്കൊന്നും ഇപ്പോൾ എനിക്ക് അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് കരിക്ക് ഇടാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കരിക്കിൻ്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ, നല്ല ഇളയ കരിക്ക് കേട്ടോ, കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കടിക്കാനൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ അതിന് പകരം എന്താ ഇതിലേക്ക് ഇടുന്നത്, ഞാൻ ചൗവരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൗവരി 100 ഗ്രാം ചൗവരി എപ്പോഴും വേവിക്കുമ്പോൾ നിറയെ വെള്ളത്തിൽ വേവിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതങ്ങനെ എല്ലാം കൂടി അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും. അപ്പം ഞാൻ 100 ഗ്രാം ചൗവരി ഒരു 20 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായി കഴുകിയെടുത്തിട്ട് നിറയെ വെള്ളത്തിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം അതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ പച്ചവെള്ളം ഒഴിച്ചിട്ട് മാക്സിമം അതിൻ്റെ കൊഴുപ്പൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ചൗവരിയാണ് ഞാൻ എനിക്ക് ഇടാൻ പോകുന്നത്. കാരണം കൊഴുപ്പോട് കൂടി നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് മാറും നമ്മുടെ പായസം. അപ്പോൾ ചൗവരിയും ഇതേപോലെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ചൗവരി ഇടുമ്പോൾ ഇങ്ങനത്തെ എനിക്ക് മാമ്പഴ പായസം, ചക്ക പായസത്തിലൊക്കെ ഒന്ന് കടിക്കാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേ. അപ്പോൾ ചൗവരി ഭംഗിയല്ലേ, കാണാൻ നല്ല രസമല്ലേ, ഇങ്ങനെ ഉരുണ്ട് നല്ല ഗുണ്ടുമണികൾ കിടക്കുന്നത് കാണാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ട്. അപ്പോൾ ഇതൊന്ന് മീഡിയം തീയിലിട്ടതിന് ശേഷം കണ്ടിന്യൂസായി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. എന്നിട്ട് ഒന്ന് തിക്കാവട്ടെ. അതിന് ശേഷം നമുക്കിതിലോട്ട് നല്ല പാല്, അതായത് പശുവും പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് വറ്റിക്കൊണ്ടിരിക്കുകയാണിത്. ഇനി ഇതിലോട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരി 100 ഗ്രാമാണ് ഇട്ടത്. ചൗവരി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട പിടിച്ച് അങ്ങനെ കിടക്കും. അതുകൊണ്ട് ഇതിനൊന്ന് ലൂസാക്കിയതിന് ശേഷം മാത്രം എപ്പോഴും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൗവരിയിലോട്ട് ഞാൻ 1 ഗ്ലാസ് പശുവും പാല്
ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലത്തെ ചൗരി ഇങ്ങനെ പൊന്തി കിടക്കുന്ന രൂപത്തിലാണ്. അല്ലെങ്കിൽ നമ്മൾ അതിലിട്ട് കഴിഞ്ഞാൽ അത് ചൗരി കട്ടിയായിട്ട് കിടക്കും. അപ്പോൾ എപ്പോഴും ചൗരി ഇടുമ്പോൾ നമ്മൾ ലൂസ് ആക്കിയതിന് ശേഷം മാത്രം പായസത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഗ്ലാസ് പാലല്ല ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കി 1/2 ഗ്ലാസ് പാലും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 5.5 ഗ്ലാസ് രണ്ടാം പാലും 1.5 ഗ്ലാസ് പശുവും പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കാരണം പായസം ഇരിക്കുമ്പോൾ കട്ടിയായിട്ട് മാറും. അപ്പോൾ എപ്പോഴും ലൂസായിട്ട് ഇരിക്കുന്ന പായസം, ചില ആൾക്കാർക്ക് നല്ല കട്ടിയിലുള്ള പായസമായിരിക്കും ഇഷ്ടമുണ്ട്. അതൊക്കെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് മാറ്റം വരുത്തണം. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു കൺസിസ്റ്റൻസിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് ഒന്ന് തിളച്ച് കുറച്ചും കൂടെ ഒന്ന് കുറുകട്ടെ. അപ്പോൾ ഇങ്ങനെ കണ്ട നമ്മുടെ മുത്തുമണികൾ ഇങ്ങനെ പൊന്തി കിടക്കും. അത് കാണാൻ തന്നെ ഒരു ചന്താണ്. അപ്പോൾ നിങ്ങൾക്ക് തലേദിവസം ഇതേപോലെ ചൗരിയും കൂടെ റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചൗരി വേവിച്ച് ചൗരിയുടെ മേലെ കൂടെ പച്ചവെള്ളം തുറന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സ്റ്റാർച്ച് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുക. അതിനുശേഷം കുറച്ച് വലിയ പാത്രത്തിലോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം അത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. ചൗരി മാത്രം സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ പിറ്റേ ദിവസം എടുക്കുമ്പോൾ ചൗരി ഇങ്ങനെ കട്ടിയായിട്ട് ഒരുമാതിരി മൊത്തത്തിൽ ഒറ്റ ഒരു പീസ് പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വെള്ളത്തോട് കൂടി നമ്മൾ അതിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം എടുത്ത് കഴിഞ്ഞിട്ട് ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ആ ഒരു ടിപ്പ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇതൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പായസം ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ഇതൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത്ര വറ്റിയാൽ മതി. ഇനി നമുക്കിതിലോട്ട് ഒരു 15 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര പരിവാവാൻ. അപ്പോൾ നമുക്കിതിലോട്ട് അവസാനമായിട്ട് 1.5 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തീ കുറയ്ക്കുക, സിമ്മിലോട്ട് ഇടുക. കാരണം ഇതിട്ടിട്ട് ഇത് തിളപ്പിക്കണ്ട, ഞാൻ ഓഫ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. കാരണം ഇതൊന്ന് ചൂടായാൽ മാത്രം മതി. ആ ചൂടിലിരുന്നിട്ട് നളിരിപ്പാലൊന്ന് വെന്തോളും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പായസം. ഇനി നമുക്കിതിൻ്റെ മധുരം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതിന് മുഴുവൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നോക്കട്ടെ. നമുക്ക് ശർക്കരപ്പാനിക്ക് പകരമായിട്ട് പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറവാണ്. അപ്പോൾ ഞാനിതിൻ്റെ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ മിക്സ് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് ഞാൻ അവസാനം കറക്റ്റായിട്ടുള്ള അളവ് പറയാം, എത്ര മധുരം എനിക്ക് പാകമായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ എല്ലാം ശർക്കരപ്പാനിയും കൂടെ ഒരുമിച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓരോരുത്തർക്കും മധുരത്തിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനൊന്ന് നോക്കട്ടെ ടേസ്റ്റ്. ഇപ്പം അടിപൊളിയായിട്ടുണ്ട്, ഇപ്പം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 450 ഗ്രാം ശർക്കരയോളം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൺസിസ്റ്റൻസി തിക്കായിക്കോളും. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരുന്നാലാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമുക്കിനി അവസാനമായിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരക്കൊത്ത്, കുറച്ച് നാളികേരക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ നെയ്യിൽ വറുത്തിട്ടുള്ള നാളികേരക്കൊത്താണിത്. ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നെയ്യിൽ വറുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പാണ്. ഒരു 10-15 അണ്ടിപ്പരിപ്പ് നെയ്യോടുകൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂണോളം ചുക്ക് പൗഡർ, ചുക്കിൻ്റെ പൊടി. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ദഹനക്കേടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചുക്ക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂണോളം ഏലക്കയുടെ പൊടി. അപ്പം അതിൻ്റെ അളവൊക്കെ നിങ്ങൾ താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്തുക. ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക, കട്ട കെട്ടാതെ നന്നായി അങ്ങ് മിക്സ് ചെയ്ത്. ഇതൊക്കെ ഞാനിപ്പോൾ ഓൾറെഡി ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. കാരണം എല്ലാ ഫ്ലേവേഴ്സും ഈ പായസത്തിലോട്ട് നന്നായി അങ്ങ് വന്നോട്ടെ. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. ചൂടോടുകൂടി നമുക്കിത് സെർവ് ചെയ്യാം. അതേസമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കണം കേട്ടോ. അപ്പോൾ ഞാനിനി ഫൈനലി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അധികം നെയ്യൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യിലാണ് ഇതൊക്കെ വറുത്തത്, അണ്ടിപ്പരിപ്പും നാളികേരവും. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ. അടിപൊളി മക്കളെ. ഇത്രേ ഉള്ളൂ നമ്മുടെ മാമ്പഴ പായസം. അപ്പോൾ ഇത്രയും ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ ഉണ്ടാക്കിയ മാമ്പഴ പായസം എല്ലാവരും ട്രൈ ചെയ്യണം. കാരണം ഇതിപ്പോൾ മാമ്പഴ സീസണാണ്. പ്രത്യേകിച്ച് അൽഫോൺസിയൊക്കെ എല്ലാ കടയിലും അവൈലബിൾ ആണ്. ഏതാണെങ്കിലും ഏത് മാമ്പഴമാണെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പക്ഷെ നല്ല പഴുത്ത ദശയുള്ള മാമ്പഴമാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്